നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക് ആയിരുന്നു. അപ്പോൾ അതിൽ ഫോർത്ത് വൺ ആണ് സിമെന്റ് കോൺക്രീറ്റ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1:2:4 പ്രപ്പോർഷനുള്ള സിമെന്റ് കോൺക്രീറ്റിന്റെ സ്പെസിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന് ഇൻഗ്രീഡിയൻസ് അറിയാം. സിമെന്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ് ആൻഡ് വാട്ടർ. ഇനി 1:2:4 സിമെന്റ് കോൺക്രീറ്റിന്റെ കോഴ്സ് അഗ്രിഗേറ്റിന്റെ സൈസ് പറയുന്നത് 20 mm സൈസ് ആയിരിക്കണം, ബട്ട് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 5 mm. അപ്പോൾ ഒരു 5 to 20 mm സൈസ് ഉള്ള അഗ്രിഗേറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അഗ്രിഗേറ്റ്സ് ഗ്രാനൈറ്റോ അല്ലെങ്കിൽ സിമിലർ സ്റ്റോൺസോ, കുറച്ച് ഹാർഡായിട്ടുള്ള സ്റ്റോൺസ് ആയിരിക്കും കോഴ്സ് അഗ്രിഗേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സൈസ് 5 to 20 mm. ഇനി ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ഓഫ് സൈസ് ലെസ് ദാൻ 4.75 mm ആണ് ഫൈൻ അഗ്രിഗേറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഇറ്റ് ഷുഡ് പാസ് ത്രൂ എ സ്ക്രീൻ ഓഫ് 5 mm സൈസ്. അപ്പോൾ അത്രേ അത് മീൻ ചെയ്യുന്നുള്ളൂ. ലെസ് ദാൻ 5 mm സൈസ്. അപ്പോൾ നമ്മൾ യൂഷ്വലി പറയുന്നത് അഗ്രിഗേറ്റ്സ് ഓഫ് സൈസ് ലെസ് ദാൻ 4.75 mm ഈസ് ടേംഡ് ആസ് ഫൈൻ അഗ്രിഗേറ്റ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന കോഴ്സ് അഗ്രിഗേറ്റ് 1:2:4 പ്രപ്പോർഷനുള്ള കോഴ്സ് അഗ്രിഗേറ്റിന്റെ സൈസ് പറയുന്നത് 5 to 25 mm. 5 to 20, 25 അല്ല, 5 to 20 mm. ഈ സിമെന്റ് ഫ്രഷ് പോർട്ട്ലാൻഡ് സിമെന്റ് ഓഫ് സ്റ്റാൻഡേർഡ് IS specifications having the required tensile and compressive stresses and fineness. അപ്പോൾ സിമെന്റ് നമ്മൾ യൂഷ്വലി ഒരു സ്റ്റോറിൽ ചെന്ന് നമ്മളൊരു ബ്രാൻഡിന്റെ പേര് പറഞ്ഞ് മേടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ബ്രാൻഡിന്റെ കംപ്രസീവ് സ്ട്രെങ്തും ഫൈനസും ആ ഡീറ്റെയിൽസ് ഒക്കെ ആ ഒരു സ്റ്റോറിൽ ചോദിച്ചാൽ അവർ നമുക്ക് തരും. ഇപ്പോൾ ബൾക്കായിട്ട് ഒരു 100 bags ഓഫ് സിമെന്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആ 100 ബാഗിന്റെ കൂടെ നമുക്ക് ഇതിന്റെ ടെസ്റ്റ് റിപ്പോർട്ട്സും ആ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ബൾക്കായിട്ട് സിമെന്റ് ഓർഡർ ചെയ്യുന്നത് നമുക്ക് നേരെ സിമെന്റ് ഫാക്ടറിയിൽ നിന്ന് ഓർഡർ ചെയ്യാം. അങ്ങനെ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സിമെന്റിന്റെ എല്ലാ പ്രോപ്പർട്ടീസും അവരൊരു ടെസ്റ്റ് റിപ്പോർട്ട് തരും. ആ ടെസ്റ്റ് റിപ്പോർട്ടിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് യൂഷ്വലി ഹൈ റൈസ് ബിൽഡിങ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷൻ ആയിരിക്കും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സിനൊക്കെയാണ് നമ്മൾ അത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് മേടിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിന്റെ ഓരോ പ്രോപ്പർട്ടീസും അറിയാൻ പറ്റും. അപ്പോൾ ഹൈ റൈസ് ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന സിമെന്റ് ആയിരിക്കണം അവിടെ യൂസ് ചെയ്യേണ്ടത്. ഇനി എന്താണ് വാട്ടർ? സോ വാട്ടർ എന്ന് പറയുന്നത് ക്ലീൻ ആയിരിക്കണം ആൻഡ് ഫ്രീ ഫ്രം ആൽക്കലൈൻ ആൻഡ് ആസിഡ് മാറ്റേഴ്സ് ആൻഡ് സ്യൂട്ടബിൾ ഫോർ ഡ്രിങ്കിങ് പർപ്പസസ്. അപ്പോൾ വാട്ടർ യൂസ് ചെയ്യുന്നത് ക്ലീൻ വാട്ടർ ആയിരിക്കണം. ഉപ്പ് വെള്ളം അതേ കണക്ക് എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് കലർന്ന വാട്ടേഴ്സ് ഒരിക്കലും കോൺക്രീറ്റ് വർക്ക്സിന് യൂസ് ചെയ്യാൻ പാടില്ല. ഇനി അടുത്തത് പ്രപ്പോർഷൻ നമ്മൾ പറഞ്ഞായിരുന്നു 1:2:4 ആണ് പ്രപ്പോർഷൻ. അതിനകത്ത് 1 പാർട്ട് ഓഫ് സിമെന്റ്, 1 എന്ന് വെച്ചാൽ സിമെന്റ്, 2 എന്ന് പറഞ്ഞാൽ ഫൈൻ അഗ്രിഗേറ്റ് ഓർ സാൻഡ്, 4 എന്ന് പറഞ്ഞാൽ കോഴ്സ് അഗ്രിഗേറ്റ്. ഇനി നമുക്ക് ഇതിന്റെ റിക്വയർഡ് കംപ്രസീവ് സ്ട്രെങ്ത് 14 Newton/mm² on 7 days. അപ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത് ആഫ്റ്റർ 7 days 14 Newton/mm². ഇനി നമുക്ക് ഈ ഒരു ഏരിയയാണ് കോൺക്രീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. നമുക്ക് ഈ ഏരിയയുടെ വോളിയം അറിയാൻ പറ്റും. ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, പിന്നെ ഒരു ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര m³ കോൺക്രീറ്റ് വേണമെന്ന് കിട്ടും. ആ m³ അറിയാമെങ്കിൽ അതിനെ നമുക്ക് ഈ പ്രപ്പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്യാം. നിങ്ങൾ മിക്സ് ഡിസൈൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ മിക്സ് ഡിസൈൻ വെച്ചിട്ട് നമുക്ക് എത്ര ക്വാണ്ടിറ്റി സിമെന്റ്, എത്ര ക്വാണ്ടിറ്റി ഫൈൻ അഗ്രിഗേറ്റ്, എത്ര ക്വാണ്ടിറ്റി കോഴ്സ് അഗ്രിഗേറ്റ് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ കാൽക്കുലേഷനൊക്കെ മീറ്റർ ക്യൂബിലായിരിക്കും, അതായത് വോളിയത്തിലായിരിക്കും. നമുക്ക് രണ്ട് രീതിയിൽ ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും സിമെന്റിന്റെ മെഷർമെന്റ്സ് എടുക്കാം. അതിന് പറയുന്നതാണ് ഒന്നുകിൽ വേ ബാച്ചിങ് അല്ലെങ്കിൽ വോളിയം ബാച്ചിങ്.
വേ ബാച്ചിങ് ഉണ്ട്, വോളിയം ബാച്ചിങ് ഉണ്ട്. നമ്മൾ യൂഷ്വലി എല്ലാ സൈറ്റിലും പ്രിഫർ ചെയ്യുന്നത് വോളിയം ബാച്ചിങ് ആണ്. ഇപ്പോൾ നിങ്ങൾ വീട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ നോക്കിയാൽ കാണാം, അവിടെ ആരും ഒരു ത്രാസ് വെച്ചിട്ട് 5 കിലോഗ്രാം സിമെന്റിന് ഇത്ര കിലോഗ്രാം ഫൈൻ അഗ്രിഗേറ്റ് നോക്കാറില്ല. അവിടെ എന്താണ് ചെയ്യുന്നത്, അവിടെ ആദ്യം ഒരു ബാഗ് ഓഫ് സിമെന്റ് കൊണ്ട് തട്ടിയിടും, അതിന്റെ മുകളിലേക്ക് പിന്നെ കുറച്ച് ഫൈൻ അഗ്രിഗേറ്റ് ഇടും, കോഴ്സ് അഗ്രിഗേറ്റ് ഇടും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി നമ്മളൊരു ആക്യുറസിക്ക് വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരു ബാഗ് ഓഫ് സിമെന്റ് എന്ന് വെച്ചാൽ 50 kg ആണ്. അതിന്റെ വോളിയം എന്ന് കഴിഞ്ഞാൽ 1/30 ആണ്. അപ്പോൾ ഒരു ബാഗ് ഓഫ് സിമെന്റിന്റെ വോളിയം 1/30 ആണ്. അത് വെച്ചിട്ട് ആ ഒരു വോളിയം വെച്ച് നമുക്ക് ഒരു ബോക്സ് ഉണ്ടാക്കാം. ആ ബോക്സിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 30x30x38 സെന്റിമീറ്ററോ 35x35x28 സെന്റിമീറ്ററോ ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ക്യൂബിന്റെ വോളിയം 1/30 എന്ന് പറയുമ്പോൾ നമുക്കൊരു 0.033 ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഒരു ബാഗ് ഓഫ് സിമെന്റിന്റെ വോളിയം എന്ന് പറയുമ്പോൾ 0.033 എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഈ ബോക്സിന്റെ ഡയമെൻഷൻ നമ്മൾ ഈ ഒരു ഡയമെൻഷനുള്ള ബോക്സ് എടുത്താൽ ഇതിന്റെയും ഒരു 0.034 ആ റേഞ്ചാണ് വരുന്നത്. ഈ ഒരു ഡയമെൻഷനുള്ള ബോക്സ് എടുത്താലും 0.034 ആ ഒരു റേഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആക്യുറസിക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു ബോക്സ് എടുക്കുന്നത്. ആ ബോക്സിന്റെ വോളിയം, നമ്മൾ എടുക്കുന്ന ഈ ബോക്സിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, എന്ന് വെച്ചാൽ മാക്സിമം, ഇപ്പൊ നമ്മൾ 99.98 എന്നൊക്കെ പറയത്തില്ല, 99.99 അത്രയും ആക്യുറേറ്റ് ആണ് to one bag of volume of one bag of cement. അതിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി, നമുക്ക് 1:2:4 ആണ് നമ്മുടെ പ്രപ്പോർഷൻ. അപ്പൊ എന്ത് ചെയ്യാണ്, നമ്മുടെ ഒരു കോൺക്രീറ്റ് മിക്സിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യും, നമ്മൾ 1 ബാഗ് ഓഫ് സിമെന്റ് അങ്ങ് പ്ലേസ് ചെയ്യും. 1 ബാഗ് സിമെന്റ് 1 ബാഗ് ഓഫ് സിമെന്റ് കിട്ടിയാൽ നമ്മുടെ പ്രപ്പോർഷൻ എന്താണ്, 2 ആണ്. അടുത്ത സിമെന്റ് ഫൈൻ അഗ്രിഗേറ്റിന്റെ പ്രപ്പോർഷൻ 2 ആണ്. അപ്പോൾ നമുക്കുള്ള ഈ ബോക്സിന്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ ഒരു ബാഗ് ഓഫ് സിമെന്റിന്റെ വോളിയം ആണ്. നമ്മൾ 1 ബാഗ് ഓഫ് സിമെന്റ് ഇട്ടു. ഇനി അടുത്ത എന്ത് വേണം, ഈ ബോക്സിൽ 2 തവണ ഫൈൻ അഗ്രിഗേറ്റ് നിറച്ചു കൊണ്ടുവന്നിടണം, 2 തവണ. അപ്പൊ നമുക്ക് 1:2 ആയി. ഇനി നമുക്ക് എന്താ 4 ടൈംസ് ആണ് കോഴ്സ് അഗ്രിഗേറ്റ്. അപ്പോൾ ഈ സെയിം ബോക്സിൽ 4 തവണ കോഴ്സ് അഗ്രിഗേറ്റ് ഫില്ല് ചെയ്ത് കൊണ്ടുവന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കോഴ്സ് അഗ്രിഗേറ്റിന്റെ പ്രപ്പോർഷൻ കറക്റ്റ് ആയിട്ട് വരും. 1:2:4 എന്നുള്ള പ്രപ്പോർഷൻ ആക്യുറേറ്റ് ആയിട്ട് വരും. ഇനി നിങ്ങൾ സൈറ്റിൽ ചെയ്താൽ കാണാം, ആദ്യം സിമെന്റ് ഇടും, പിന്നെ അതിന്റെ പുറത്ത് ഇത്ര ചട്ടി മണൽ, അതിന്റെ പുറത്ത് ഇത്ര ചട്ടി മെറ്റൽ, അങ്ങനെയാണ് സൈറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഉള്ള ഇതിന് ആക്യുറസി കുറച്ച് കുറവാണ്. അവരെടുക്കുന്ന എന്ന് വെച്ചാൽ വോളിയം, കൊട്ടയുടെ വോളിയമാണ് എടുക്കുന്നത്. ഒരു കൊട്ട ഉണ്ടാവും, ആ കൊട്ടയ്ക്കകത്താണ് അവർ മെറ്റലും മണലും കൊണ്ടുവന്ന് ഇടുന്നത്. അതിന്റെ വോളിയമാണ് അവരെടുക്കുന്നത്. അത് നമ്മൾ ഈ പറയുന്ന ഈ ബോക്സിന് അത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ആക്യുറസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 ഡയമെൻഷൻ, ഏതെങ്കിലും ഇതിലോ ഉള്ള ഒരു ഡയമെൻഷനുള്ള ബോക്സ് ഉണ്ടാക്കും. ആ ബോക്സ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എന്ന് വെച്ചാൽ വളരെ ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പൊ ഈ 1 ബാഗ് ഓഫ് സിമെന്റിന്റെ വോളിയം 0.03333 എന്ന് പറഞ്ഞു പോകും. മറ്റേന്ന് പറയുമ്പോൾ 0.034 ആ റേഞ്ച് ആയിരിക്കും വരുന്നത്, 0.0343 ആ റേഞ്ച് ആയിരിക്കും ബാക്കി 2 എണ്ണത്തിന്റെയും ഡയമെൻഷൻ റേഞ്ച് വരുന്നത്. ഇനി അടുത്ത് നോക്കുവാണ് മിക്സിംഗ്. നമുക്ക് 2 രീതിയിൽ മിക്സ് ചെയ്യാം. ഒന്നുകിൽ മെഷീൻ മിക്സ് ചെയ്യാം, ഇല്ലെങ്കിൽ ഹാൻഡ് മിക്സ് ചെയ്യാം. ഹ്യൂജ് വർക്ക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മെഷീൻ മിക്സിംഗേ പറ്റുള്ളൂ. ഹാൻഡ് മിക്സിംഗ് വളരെ സമയമെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഹാൻഡ് മിക്സിങ്ങിന്റെ പ്രൊസീജിയർ ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ്, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഹാൻഡ് മിക്സ് ചെയ്യാൻ നമുക്ക് എന്താണ്, വാട്ടർ ടൈറ്റ് പ്ലാറ്റ്ഫോം വേണം. അവിടേക്കായിരിക്കണം. നമ്മുടെ പ്രൊപ്പോർഷൻ എന്തായിരുന്നു, 1:2:4 ആയിരുന്നു. അതിനകത്ത് ഫസ്റ്റ് 2 ബോക്സ് ഓഫ് സാൻഡ് ആൻഡ് 1 ബാഗ് ഓഫ് സിമെന്റ്. അപ്പോൾ 2 ബോക്സ് സാൻഡും 1 ബാഗ് ഓഫ് സിമെന്റും കൂടി തറവായിട്ട് മിക്സ് ചെയ്യണം. ഒരു യൂണിഫോം കളർ കിട്ടുന്ന രീതിയിൽ വരെ മിക്സ് ചെയ്യണം. അതിന്റെ മുകളിലേക്ക് എന്തിടണം, 4 ബോക്സസ് ഓഫ് സ്റ്റോൺ അഗ്രിഗേറ്റ് പ്ലേസ് ചെയ്യണം. എന്നിട്ട് അത് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യണം അറ്റ്ലീസ്റ്റ് 3 ടൈംസ്. പിന്നെ വാട്ടർ ആഡ് ചെയ്യാണ്. വാട്ടർ അതിന്റെ പുറത്തേക്ക്, ഒരു ബാഗ് ഓഫ് സിമെന്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 25 to 30 liters ആയിരിക്കണം വാട്ടർ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 1 ബാഗിന് യൂസ് ചെയ്യേണ്ട വാട്ടർ എന്ന് പറയുന്നത് 25
to 30 liters of water വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ആദ്യം ഫൈൻ അഗ്രിഗേറ്റും സിമെന്റും കൂടി പ്ലേസ് ചെയ്തു. അപ്പോൾ 1 bag ഓഫ് സിമെന്റ് ആണ് പ്ലേസ് ചെയ്തതെങ്കിൽ നമ്മുടെ ബോക്സിനകത്ത് രണ്ട് ബോക്സ് ഫുള്ളായിട്ട് ഫൈൻ അഗ്രിഗേറ്റ് കൊണ്ടുവരണം. എന്നിട്ട് അത് രണ്ടും കൂടി പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യണം, ഒരു യൂണിഫോം കളർ കിട്ടുന്ന രീതി വരെ. അതിനുശേഷം ഫൈൻ അഗ്രിഗേറ്റും സിമെന്റും പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കോഴ്സ് അഗ്രിഗേറ്റ് എത്ര ഇടണം? 4 box ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യണം. എന്നിട്ട് ഈ ഡ്രൈ മിക്സ് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യുക, ഒരു 3 times എങ്കിലും പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുക. വാട്ടർ എന്ന് പറഞ്ഞാൽ 25 to 30 liters ആണ് പെർ ബാഗ്. ഒരു ബാഗ് ഓഫ് സിമെന്റിന് 25 to 30 liters വാട്ടർ ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യുക ടു ഗീവ് എ യൂണിഫോം കോൺക്രീറ്റ്. ഇനി മെഷീൻ മിക്സ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? മെഷീൻ മിക്സിങ്ങിനും പ്രൊസീജിയർ ഇതേ കണക്ക് തന്നെയാണ്. നമ്മൾ ആദ്യം നമ്മുടെ മെഷീൻ മിക്സിന്റെ ഡ്രമ്മിലേക്ക് കോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും സിമെന്റും ഒരുമിച്ചാണ് ഇടുന്നത്. എന്നിട്ട് ആ ഡ്രൈ മിക്സ് അത് ഡ്രൈ ആയിട്ട് തന്നെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വാട്ടർ പോർ ചെയ്യും. ഒരു ബാഗ് സിമെന്റ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? 25 to 30 liters ആണ് വാട്ടർ വേണ്ടത്. ഇനി നമ്മളിപ്പോൾ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി മിക്സ് ചെയ്ത കോൺക്രീറ്റിനെ നമ്മൾ ഒരു ടെസ്റ്റ് പെർഫോം ചെയ്യാണ്. അതാണ് സ്ലം ടെസ്റ്റ്. അപ്പോൾ സ്ലം ടെസ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വാല്യൂ അറിയാൻ പറ്റും. ഇപ്പോൾ ബിൽഡിങ്ങിനാണ് നമ്മൾ കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ സ്ലം വാല്യൂ എന്ന് വെച്ചാൽ 7.5 centimeter to 10 centimeter ആണ്. ഇപ്പോൾ റോഡ് വർക്ക് ഒക്കെ ആണെങ്കിൽ സ്ലം വാല്യൂ 3 centimeter to 4 centimeter ആയിരിക്കണം വേണ്ടത്. അപ്പോൾ സ്ലം ടെസ്റ്റ് യൂഷ്വലി പെർഫോം ചെയ്യുന്നത് വർക്കബിലിറ്റിയുടെ വാല്യൂ അറിയാനായിട്ടാണ്. അതേ കണക്ക് തന്നെ അതിൻ്റെ വെറ്റ് മിക്സ് നമുക്ക് എത്രത്തോളം കൺസിസ്റ്റൻസി ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് ഫോം വർക്ക്. ഫോം വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? കോൺക്രീറ്റ് നമുക്ക് ഏതെങ്കിലും ഒരു സ്ട്രക്ചറിലേക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ ഒരു സാധനം വേണം. അതാണ് ഫോം വർക്ക്. ഇപ്പോൾ ഒരു കോളം കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ കോളത്തിന്റെ അതേ ഷേപ്പിൽ നമുക്കൊരു ഫോം വർക്ക് ഉണ്ടാകണം. അതിലേക്കായിരിക്കണം കോൺക്രീറ്റ് പോർ ചെയ്യേണ്ടത്. ഈ ഫോം വർക്കിന്റെ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഉണ്ട്. IS കോഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഫോം വർക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റീലിന്റെ ഡിസൈൻ പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീലിന്റെ കോഡ് ഉണ്ട്. RCC ഡിസൈൻ പഠിക്കാനായിട്ട് RCCയുടെ കോഡ് ഉണ്ട്. അതേ കണക്ക് തന്നെ ഫോം വർക്കിന്റെ ഡിസൈനിങ്ങിനും ഫോം വർക്കിന്റെ കോഡ് ഓഫ് റെഫറൻസ് ഉണ്ട്. ഇനി എന്താ അതിനകത്ത് പറയുന്നത്? ഇനി ഫോം വർക്ക് നമ്മളൊരു കോൺക്രീറ്റ് സ്ട്രക്ചർ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ 14 daysോളം ആ ഫോം വർക്ക് അതേ കണക്ക് തന്നെ നിർത്തണം. ഇനി ആ ഫോം വർക്കിന്റെ സൈഡിലുള്ള പോർഷൻസ് ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ കോളമല്ല, ഇപ്പോൾ സ്ലാബ് ആണെങ്കിൽ വിചാരിക്കുക, സ്ലാബിന്റെ സൈഡിലുള്ള പ്രൊജക്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഒരു 3 days കഴിയുമ്പം റിമൂവ് ചെയ്യാം. സൈഡിലെ പ്രൊജക്ഷൻ ഉദ്ദേശിക്കുന്നത് ആ സ്ലാബിന്റെ ഹൈറ്റ് ഉണ്ടാവുമല്ലോ, ആ ഹൈറ്റിന്റെ പോർഷൻസ് ഒക്കെ നമുക്ക് 3 days കഴിയുമ്പോൾ റിമൂവ് ചെയ്യാം. അതേ കണക്ക് തന്നെ കോളത്തിന്റെയും ഇതേ കണക്ക് തന്നെ 3 days 24 hours കഴിയുമ്പോൾ നമുക്ക് ആ കോളത്തിന്റെ ഷട്ടറിങ് മുകളിലേക്ക് ഉയർത്താനൊക്കെ പറ്റും. സോ ഇതിന്റെയൊക്കെ കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഫോം വർക്കിന്റെ കൺസ്ട്രക്ഷനും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഓഫ് റെഫറൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ലേയിങ്. അപ്പോൾ കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്തു, ഫോം വർക്ക് ഒക്കെ ചെയ്തു, ഇനി ആ കോൺക്രീറ്റ് ലേ ചെയ്യണം. കോൺക്രീറ്റ് ഒരിക്കലും നമ്മൾ ത്രോ ചെയ്യാതിരിക്കില്ല. ഇറ്റ് ഷുഡ് ബി ജെന്റ്ലി പ്ലേസ്ഡ്. ഇനി നോട്ട് എക്സീഡിങ് 15 centimeter. ഇപ്പൊ നമുക്ക് യൂഷ്വലി ഒരു ഹൗസിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ ആണെങ്കിൽ സ്ലാബ് തിക്നെസ് 15 centimeter വരത്തുള്ളൂ. പക്ഷെ ഒരു കോളത്തിന്റെ കൺസ്ട്രക്ഷൻ ആണെന്ന് വിചാരിക്കുക. കോളത്തിന്റെ കൺസ്ട്രക്ഷൻ ആകുമ്പോൾ നമുക്ക് ഈ ഫുൾ ഹൈറ്റ് ഒരുമിച്ച് ചെയ്യാറില്ല. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു 1.5 meters അല്ലെങ്കിൽ 1 meter ഒക്കെ ആയിരിക്കും ആദ്യം കോൺക്രീറ്റ് ചെയ്യുന്നത്. ഇത്രയും പോർഷൻ ആയിരിക്കും ആദ്യം കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ ഫുള്ളായിട്ട് ഇത് ഇത്രയും കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്തിട്ടല്ല ടാമ്പ് ചെയ്യേണ്ടത്. ആദ്യം ഒരു 15 centimeter ലെയർ കോൺക്രീറ്റ് ഇടുക, എന്നിട്ട് അതിലേക്ക് ടാമ്പിംഗ് റോഡ് വെച്ച് ടാമ്പ് ചെയ്യുക. നിങ്ങൾ ലാബിൽ സിലിണ്ടേഴ്സ് പ്രിപ്പയർ ചെയ്യാറില്ലേ? അപ്പോൾ സിലിണ്ടേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന നേരത്തെ ഇതേ കണക്കാണ് ചെയ്യുന്നത്. 3 ഡിഫറെന്റ് ലെയേഴ്സ് ആയിട്ട് ഇട്ട് ടാമ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് പ്രോപ്പർ ബോണ്ടിങ് ഉള്ള
നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള സ്ട്രക്ചർ കിട്ടാനായിട്ട് ഒരു 15 സെന്റിമീറ്റർ ലെയറിലേക്ക് കോൺക്രീറ്റ് പോർ ചെയ്യുക, എന്നിട്ട് പ്രോപ്പർ ആയിട്ട് ടാമ്പ് ചെയ്യുക, എന്നിട്ട് അതിന്റെ മുകളിലേക്ക് വീണ്ടും ലെയർ ഇടുക, എന്നിട്ട് പ്രോപ്പർ ആയിട്ട് ടാമ്പ് ചെയ്യുക. അല്ലാണ്ട് ഒരുപാട് ഹൈറ്റിൽ കോൺക്രീറ്റ് ഇട്ടിട്ട് ടാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബോണ്ടിങ് ഒന്നും ഉണ്ടാകില്ല, സ്ട്രെങ്ത് കുറയേ ചെയ്യത്തുള്ളൂ. സോ ആ കാര്യം ലേയിങ്ങിൽ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ ആണ് ക്യൂറിങ്. ക്യൂറിങ് എന്ന് പറയുമ്പോൾ കോൺക്രീറ്റിന് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഉണ്ടാകും. അപ്പോൾ കോൺക്രീറ്റിന്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ ക്രാക്സ് ഫോം ചെയ്യും. ആ ക്രാക്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ക്രാക്സ് കംപ്ലീറ്റ്ലി പ്രിവെന്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കോൺക്രീറ്റ് ക്യൂർ ചെയ്യണം. അപ്പോൾ കോൺക്രീറ്റ് ക്യൂർ ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, വാട്ടർ സ്പ്രിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വലിയ സ്ലാബ്സ് ഒക്കെ ആണെങ്കിൽ നേരത്തെ കഴിഞ്ഞ ലെക്ചറിൽ ഞാൻ കാണിച്ചു തന്നായിരുന്നു, ഇത് കണക്ക് ഒന്നുകിൽ ഗണ്ണി ബാഗ്സ് വെക്കാം, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഫ്ലഡഡ് വിത്ത് വാട്ടർ മാർക്കിങ്സ് ആൻഡ് മഡ് വാൾസ്. അങ്ങനെ വാട്ടേഴ്സ് എപ്പോഴും അതിന്റെ പുറത്തൊരു നനവുണ്ടാകണം, ഡ്രൈ ആയി പോകരുത് കോൺക്രീറ്റ് സർഫസ്. കോൺക്രീറ്റ് സർഫസ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടുന്നത് കൊണ്ട് ക്രാക്സ് ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിന്റെ മെഷർമെന്റ് കണ്ടോ, ഇതിന്റെ മെഷർമെന്റ് ക്യൂബിക് മീറ്റേഴ്സിലാണ് മെഷർമെന്റ്. സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോറിന്റെ മെഷർമെന്റ് ക്യൂബിക് മീറ്റേഴ്സിലാണ്. ഇനി കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ പഠിച്ചത് ലൈം കോൺക്രീറ്റ് ഇൻ റൂഫ് ടെറസിംഗ്. ലൈം കോൺക്രീറ്റ് ഇൻ റൂഫ് ടെറസിംഗിന്റെ മെഷർമെന്റ് എടുക്കുന്നത് സ്ക്വയർ മീറ്റേഴ്സിലാണ്. ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. സിമെന്റ് കോൺക്രീറ്റിന്റെ മെഷർമെന്റ് എടുക്കുന്നത് ക്യൂബിക് മീറ്റേഴ്സ്. ഇനി ബാക്കി ഡീറ്റെയിൽസ് അടുത്ത ലെക്ചറിൽ പഠിക്കാം. അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത് RCC ആണ്, റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ആണ്. താങ്ക് യു.